പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 18 ശനി. പ്രധാന വാർത്തകൾ. ഒമാനിൽ നിന്ന് ഉംറ നിർവഹിക്കാൻ പോകുന്ന സ്വദേശികളും വിദേശികളും മെനിഞ്ചൈറ്റിസ് വാക്സിൻ കുത്തിവെപ്പ് എടുക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനായി സൗദി അറേബ്യ നിശ്ചയിച്ചിട്ടുള്ള ആരോഗ്യ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണിത്. ഉംറ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും ACYW 135 സ്വീകരിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ധോഫാറിലെ ആദ്യ ബധിര നിവാരണ ശസ്ത്രക്രിയ സലാല സുൽത്താൻ കാബൂസ് ഹോസ്പിറ്റലിൽ നടന്നു. ജന്മനാ കേൾവിശക്തിയില്ലാത്ത കുട്ടികളിൽ കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയാണ് സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ നിർവഹിച്ചത്. മസ്കത്തിലെ അൽ നഹ്ദ ആശുപത്രിയിലെയും സുൽത്താൻ കാബൂസിലെയും ENT സർജറി വിഭാഗത്തിന്റെ സംയുക്തമായ ടീമാണ് മസ്കത്ത് പ്രൊവിൻസിന് പുറത്തുള്ള ആദ്യത്തെ ബധിര നിവാരണ ശസ്ത്രക്രിയക്ക് നേതൃത്വം വഹിച്ചത്. 3 കുട്ടികൾക്കാണ് ജനുവരി 13, 14 തീയതികളിലായി ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ 3ാം സ്ഥാനാരോഹണ വാർഷികത്തിന്റെ ഭാഗമായി പ്രഥമ വനിതയും സുൽത്താന്റെ പത്നിയുമായ അസയ്യിദ അഹദ് അബ്ദുള്ള അഹമ്മദ് അൽ ബുസൈദി സ്നേഹവിരുന്ന് നൽകി. വ്യാഴാഴ്ച മനാഹ് വിലായത്തിലെ ഹിസ്ൻ അൽ ഷുമൂഖിൽ വെച്ചാണ് പ്രമുഖർക്ക് സ്വീകരണം നൽകിയത്. വിരുന്നിലെത്തിയ അതിഥികൾക്ക് നന്ദി പറഞ്ഞ അവർ അഭിനന്ദനങ്ങൾക്ക് സന്തോഷങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കും. മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ മൾട്ടിപർപ്പസ് ഹാളിൽ രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെയാണ് പോളിംഗ്. രാത്രി തന്നെ വിജയികളെ പ്രഖ്യാപിക്കും. തിരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യവും സുഗമവുമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കി. വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികളുടെ അവസാന പ്രചരണം ഇന്നലെയും തുടർന്നു. രക്ഷിതാക്കളെ നേരിൽ കണ്ടായിരുന്നു വോട്ട് പിടുത്തം. സാമൂഹിക മാധ്യമങ്ങൾ വഴിയും പ്രചരണങ്ങൾ സജീവമായിരുന്നു. നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായുള്ള പ്രചരണ ക്യാമ്പയിനുകൾ ഒഴിവാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലുള്ള പ്രത്യേക സംഘം നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഏതെങ്കിലും തരത്തിൽ പരാതികളും കമ്മീഷന് ഇതുവരെ ലഭിച്ചിട്ടില്ല. 8 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. നിലവിലെ ബോർഡ് അംഗങ്ങളായ സയ്യിദ് അഹമ്മദ് സൽമാൻ, നിതീഷ് കുമാർ, കൃഷ്ണേന്ദു ഷമീർ, PTK എന്നിവർക്ക് പുറമെ ഡോക്ടർ സജി ഉതുപ്പാൻ, വിജയ് ശരവണ ശങ്കരൻ, പ്രഭാകരൻ കൃഷ്ണമൂർത്തി, ദാമോദർ R എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. സ്ഥാനാർത്ഥികളിൽ പകുതി പേരും മലയാളികളാണ് എന്നതും ശ്രദ്ധേയമാണ്. മസ്കത്ത് ഇന്ത്യൻ സ്കൂളിലെ 5125 രക്ഷിതാക്കൾക്കാണ് ഈ വർഷം വോട്ടവകാശമുള്ളത്. വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സ്ഥാനാർത്ഥികൾ കുറഞ്ഞതിനാൽ ഇത്തവണ വോട്ടിംഗ് ശതമാനം കുറയാനിടയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 65% താഴെ മാത്രമായിരുന്നു പോളിംഗ്. വോട്ടർമാർ തിരിച്ചറിയൽ രേഖയുമായി നേരിട്ട് ഹാജരാവണം. പാരന്റ് ID കാർഡ് നമ്പറും കരുതേണ്ടതാണ്. വോട്ട് ചെയ്യാൻ പകരക്കാരെ അനുവദിക്കുന്നതല്ല. ഒന്നിലധികം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത് വോട്ട് അസാധുവാക്കും. ഓരോ സ്ഥാനാർത്ഥിക്കും ഒരു ബൂത്ത് ഏജന്റ് സ്കൂൾ കോമ്പൗണ്ടിൽ ഉണ്ടാകും. കോമ്പൗണ്ടിന് പുറത്ത് വോട്ടുപിടുത്തവും ക്യാമ്പയിനിങ്ങും നിരോധിച്ചിട്ടുണ്ട്. ആളുകൾ സംഘം ചേർന്ന് നിൽക്കുന്നതും ഒഴിവാക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അതേസമയം വൈകുന്നേരം 5 മണിക്ക് മുമ്പ് എത്തുകയും വോട്ട് രേഖപ്പെടുത്താൻ കാത്തിരിക്കുകയും ചെയ്യുന്നവർക്കായി കുറച്ച് സമയം കൂടി അനുവദിച്ചേക്കും. ഫലപ്രഖ്യാപനത്തിന് ശേഷം റീകൗണ്ടിംഗ് ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾ 19-ന് തന്നെ അപേക്ഷ സമർപ്പിക്കണം. 22-ന് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ പട്ടിക ചെയർമാന് കൈമാറുമെന്നും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു. ഒമാനിലെ 22 ഇന്ത്യൻ സ്കൂളുകളെയും ഭരിക്കുന്ന ഭരണസമിതിയായ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡിലേക്ക് 5 അംഗങ്ങളെയാണ് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത്. സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചെറുവിവരണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ തന്നെ നൽകുന്ന ചെറുവീഡിയോകളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ വിവരങ്ങളും അറിയുന്നതിന് വെബ്സൈറ്റിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്.
ബീഹാറിലെ സെൻട്രൽ അറവുശാല ശനിയാഴ്ച മുതൽ ബുധൻ വരെയുള്ള ദിവസങ്ങളിൽ താൽക്കാലികമായി അടച്ചിടും. അറ്റകുറ്റപ്പണികൾക്കായാണ് അടച്ചിടുന്നതെന്ന് വടക്കൻ പാത്തിന മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഈ കാലയളവിൽ ചുറ്റുവട്ടത്തുള്ള മറ്റ് അറവുശാലകളുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് ബാത്തിന മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു. 10ാമത് എഡിഷൻ ഒമാൻ മരുഭൂമി മാരത്തൺ ഇന്ന് ബിദിയയിൽ തുടക്കം കുറിക്കും. 5 ഘട്ടങ്ങളിലായി 22 വരെയാണ് മത്സരങ്ങൾ. 165 കിലോമീറ്ററാണ് ആകെ മാരത്തൺ ദൂരം. ഉദ്ഘാടന ദിനമായ ഇന്ന് രാവിലെ 7:30-ന് അൽ ജൗഹറത്ത് റിസോർട്ടിൽ നിന്ന് മാരത്തൺ ആരംഭിക്കും. 42 കിലോമീറ്ററാണ് ഇന്നത്തെ മത്സര ദൂരം. 32 കിലോമീറ്റർ, 40 കിലോമീറ്റർ, 30 കിലോമീറ്റർ, 21 കിലോമീറ്റർ എന്നിങ്ങനെയാണ് തുടർന്നുള്ള ഘട്ടങ്ങളിലെ ദൈർഘ്യം. നിരവധി രാഷ്ട്രങ്ങളിൽ നിന്നുള്ള താരങ്ങളിൽ മാരത്തണിൽ മത്സരിക്കാനെത്തിയിട്ടുണ്ട്. ഒമാനിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള താരങ്ങൾ ഇത്തവണയും മാരത്തണിന്റെ ഭാഗമാകും. വ്യത്യസ്ത പ്രായങ്ങളിലുള്ളവർക്ക് വിവിധ വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. മരുഭൂപ്രദേശത്തിലെ ചൂട് കുറയുന്ന സമയമാണ് മാരത്തണിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പകൽ സമയം ഉയർന്ന താപനില 25 ഡിഗ്രി സെൽഷ്യസും ശരാശരി താഴ്ന്ന താപനില 17.3 ഡിഗ്രി സെൽഷ്യസും ആകും. താരങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ആവശ്യമായ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒമാനി റിയാലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ഇനിയും താഴാൻ സാധ്യത. അടുത്ത ദിവസങ്ങളിൽ തന്നെ 1 റിയാൽ നൽകിയാൽ 225 രൂപ വരെ ലഭിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ റിസർവ് ബാങ്ക് വിദേശ നാണയ മൂല്യ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുന്നതാണ് കാരണം. കയറ്റിറക്കുമതിക്കാരെ സഹായിക്കാനാണിത്. ഇന്നലെ 1 ദിർഹമിന് 224.25 രൂപയായിരുന്നു. ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണർ ഡോളറിനെതിരെയുള്ള നിയന്ത്രണത്തിൽ കാര്യമില്ലെന്ന് കരുതുന്നയാളാണ്. അതിനാൽ ഡോളർ ആശ്രിതത്വമുള്ള ഗൾഫ് കറൻസികളെയും ഈ നിലപാട് സ്വാധീനിക്കും. അടുത്ത മാസങ്ങളിൽ രൂപയുടെ മൂല്യം റിയാലിന് 225 വരെ ആകാം. ഡോളറിന് 90-ൽ എത്തുകയോ ചെയ്യാം. സമീപ ആഴ്ചകളിൽ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലായിരിക്കുകയാണ്. ഇത് തുടരുന്ന സ്ഥിതിയാണുള്ളത്. US ഡോളറിന് 85.97-ൽ എത്തി നിൽക്കുകയാണിപ്പോൾ. ഇത് പുതിയ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ കീഴിൽ RBI കറൻസിയുടെ മേലുള്ള കർശനമായ പിടി അയക്കുമെന്ന അഭ്യൂഹങ്ങളുടെ ബലത്തിലായിരുന്നു. ബ്ലൂംബർഗ് ഡാറ്റ പ്രകാരം ജനുവരി 10-ന് രൂപയുടെ താഴ്ച റെക്കോർഡ് സൃഷ്ടിച്ച് ഡോളറിന് 86.04-ൽ എത്തി. ഡോളറിനെതിരെ 85.9728 ക്ലോസ് ചെയ്തു. വിദേശ നിക്ഷേപകരുടെ ഒഴുക്ക്, എണ്ണ ഇറക്കുമതിക്കാരിൽ നിന്നുള്ള ശക്തമായ ഡോളർ ആവശ്യം, ബ്രന്റ് ക്രൂഡ് വിലയിലെ കുതിച്ചുചാട്ടം, US ട്രഷറി ആദായത്തിലെ വർധനവ് എന്നിവയെല്ലാം കറൻസിയുടെ മൂല്യ ഇടിവിന് കാരണമായി. കുത്തനെയുള്ള മൂല്യത്തകർച്ച ഇന്ത്യയുടെ ഇറക്കുമതി സമ്പദ് വ്യവസ്ഥയ്ക്ക് വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം. പ്രത്യേകിച്ച് എണ്ണവില ഇനിയും ഉയർന്നേക്കാം. എന്നിരുന്നാലും ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ സന്തുലിതമാക്കാനും രാജ്യത്തിന്റെ പുതുതായി വളരുന്ന കയറ്റുമതി സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകാനും സഹായിക്കുമെന്ന് വിദഗ്ധർ വാദിക്കുന്നു. രൂപയുടെ വീഴ്ച ഇന്ത്യൻ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണമയക്കുന്നവർക്ക് ഗുണം ചെയ്തേക്കാം. അവർക്ക് അവരുടെ വിദേശ വരുമാനത്തിന് കൂടുതൽ രൂപ ലഭിക്കും. ഇന്ത്യയിലെ കുടുംബ വരുമാനത്തിന് ഇത് താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 95 ആയി കുറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. പ്രവാസി കേരളീയർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പുതുതായി നടപ്പാക്കാൻ പോകുന്ന നോർക്ക കെയർ ഉൾപ്പെടെ നോർക്ക വകുപ്പിന്റെ അഭിമാന പദ്ധതികൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ കേരള നിയമസഭയിൽ നടത്തിയ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇടം പിടിച്ചു. സർക്കാർ പുതുതായി നടപ്പാക്കാനിരുന്ന നോർക്ക ശുഭയാത്ര പദ്ധതിയിലൂടെ പ്രവാസവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് സഹായകമാകുന്ന നൈപുണ്യ വികസന വായ്പകൾ അനുവദിക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി.
മടങ്ങിയെത്തുന്ന പ്രവാസികളെ സഹായിക്കുന്നതിന് നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് എംപ്ലോയ്മെന്റ് പദ്ധതി പുതുതായി നടപ്പാക്കി. പ്രവാസികളുടെ സഹകരണത്തെയും സ്വകാര്യ ബിസിനസ്സുകളെയും പ്രയോജനപ്പെടുത്തി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവാസികൾക്ക് 100 ദിന തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. കഴിഞ്ഞ വർഷം നോർക്ക വകുപ്പ് മുഖേന പ്രവാസി മലയാളികളെയും മടങ്ങിയെത്തുന്നവരെയും സഹായിക്കുന്നതിന് നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ എമിഗ്രന്റ് സ്കീമിന് കീഴിൽ റീ ഇന്റഗ്രേഷൻ അസിസ്റ്റൻസും ദുരിതത്തിലായി തിരികെയെത്തുന്ന പ്രവാസികൾക്ക് സഹായം നൽകുന്നതിനുള്ള സാന്ത്വന പദ്ധതി എന്നിവ സുപ്രധാന സംരംഭങ്ങളും നടപ്പാക്കിയെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. ഇന്ത്യയിൽ നിന്നുള്ള വിവാഹ പാർട്ടികളെ ഒമാനിലേക്ക് ആകർഷിക്കാൻ ക്യാമ്പയിനുമായി ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം. ഒമാൻ വിവാഹ ടൂറിസത്തിന് നിരവധി പ്രോത്സാഹനങ്ങളും സൗകര്യങ്ങളും മന്ത്രാലയം പ്രഖ്യാപിച്ചു. ന്യൂഡൽഹി, മുംബൈ നഗരങ്ങളിൽ നടന്ന പ്രൊമോഷണൽ വർക്ക്ഷോപ്പുകളിലായിരുന്നു ഈ പ്രഖ്യാപനം. വർക്ക്ഷോപ്പുകളുടെ ഭാഗമായി ഒമാന്റെ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ഇന്ത്യയിലെ ചില പ്രമുഖ വിവാഹ ടൂറിസം സംഘാടകരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ, 4 മണിക്കൂറിൽ താഴെ മാത്രം വിമാനയാത്ര, കുറഞ്ഞ നിരക്കിൽ വേദിയൊരുക്കാവുന്ന ഹോട്ടലുകൾ, പൈതൃക കേന്ദ്രങ്ങൾ, ബീച്ചുകൾ തുടങ്ങിയവ ഘടകങ്ങൾ ഒമാനെ വിവാഹവേദിയാക്കാൻ ഇന്ത്യക്കാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇത്തരം സംഘങ്ങൾക്ക് പാക്കേജുകൾ ഒരുക്കാൻ ട്രാവൽ ഏജൻസികളും രംഗത്തുണ്ട്. നേരത്തെ നിരവധി ഇന്ത്യൻ വിവാഹങ്ങളാണ് ഒമാൻ വേദിയായത്. താരങ്ങളും വ്യവസായികളും ഉൾപ്പെടെ ഒമാനെ വിവാഹവേദിയായി തിരഞ്ഞെടുക്കുന്നവരിലുണ്ട്. ഒമാനിലേക്ക് ഇന്ത്യക്കാരെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യൻ നഗരങ്ങളിൽ നടത്തിയ പ്രൊമോഷൻ ക്യാമ്പയിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരുന്നത്. ഇന്ത്യയിലെ വിനോദസഞ്ചാര മേഖലയിലെ പങ്കാളികൾക്ക് ഹോട്ടലുകൾ, ടൂർ ഓപ്പറേറ്റർമാർ, എയർലൈനുകൾ, പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ പ്രതിനിധികൾ എന്നിവയുൾപ്പെടെ ഒമാനി ടൂറിസം രംഗത്തെ ആളുകളെ ബന്ധപ്പെടാനുള്ള അവസരവും ക്യാമ്പയിന്റെ ഭാഗമായി മന്ത്രാലയം അധികൃതർ ഒരുക്കിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.